നമസ്കാരം. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2023 കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് 2022 തന്നെ പൂർത്തീകരിച്ചതായിട്ടുള്ള പല കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ ഏപ്രിൽ മാസം വരെയൊക്കെ പ്രതീക്ഷിച്ചതിലുപരി നേട്ടമൊക്കെ ഉണ്ടാവാം. പക്ഷേ 2023 ഏപ്രിൽ മുതൽ ഒരു വർഷത്തേക്ക് ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ അതിൽ നിന്നും അതിനനുസരിച്ചുള്ളൊരു നേട്ടം ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിലനിന്ന് വരുന്ന കാര്യങ്ങളെല്ലാം നിലനിർത്തി കൊണ്ടുപോകാം. അല്ലാത്ത നിലയിൽ പുതിയതായിട്ടുള്ളവർ തുടങ്ങുന്നവരാണെങ്കിലും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുകൂടിയാണ് സൂചിപ്പിക്കാനുള്ളത്. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ചുമതലകളും അധ്വാനഭാരമൊക്കെ വർദ്ധിക്കും. എന്നാൽ സാമ്പത്തികമായിട്ട് നേട്ടങ്ങളോ തസ്തികയുടെ ഉയർച്ചകളോ അതൊന്നും ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. ചിലർക്കൊക്കെ തന്നെ അന്യനാട്ടിലോ വിദേശത്തൊക്കെ താമസിക്കുന്ന പലർക്കും, സ്വന്തമായി വ്യവസായം നടത്തി വരുന്ന പലർക്കും പദ്ധതികൾ വന്നു ചേരുമെങ്കിൽ പോലും ഏറ്റെടുത്ത് ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ജോലിക്കാർക്കൊക്കെ ശമ്പളം കൊടുക്കാൻ തക്കവണ്ണം പദ്ധതികളെല്ലാം തുടക്കം കുറിക്കുവാനോ അല്ലെങ്കിൽ അനുവർത്തിക്കുവാനോ നിവർത്തിക്കുവാനൊക്കെ സാധ്യതയുണ്ടെങ്കിൽ പോലും സാമ്പത്തികമായുള്ള നീക്കിയിരിപ്പ് വളരെ കുറയുവാനാണ് യോഗമുള്ളത്. എന്തായാലും ജോലിയാണെങ്കിലും സ്വന്തമായി നടത്തി വരുന്ന പ്രസ്ഥാനമാണെങ്കിലും മറ്റൊരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണെങ്കിലും വ്യാവസായികമായിട്ടുള്ള മേഖലകളാണെങ്കിലും കുറച്ച് കൂടുതൽ സമയം പ്രവർത്തിക്കേണ്ടി വരും എന്ന ധാരണ എപ്പോഴും ഉണ്ടാവേണ്ടതാണ്. എന്നാൽ ജോലിയോടൊപ്പം ഭാവിയിലേക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ളൊരു പാഠ്യപദ്ധതിക്ക് ചേരുകയാണെങ്കിൽ പലപ്പോഴും അനന്ത സാധ്യതകളുള്ള കർമ്മമണ്ഡലങ്ങളായിരിക്കാം. പക്ഷേ പലർക്കും അത് സ്വീകരിക്കുക വളരെ കുറവായിരിക്കാം. ഇതിൻ്റെ വെളിച്ചത്തിൽ ഭാവിയിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള കർമ്മ പദ്ധതികളോട് ബന്ധപ്പെട്ടതായിട്ടുള്ളൊരു പാഠ്യപദ്ധതിക്ക് ചേരുവാനൊരു അവസരമുണ്ടാകുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ചില ഗവൺമെൻറ് തസ്തികയിൽ ഇരിക്കുന്നവർക്ക് അവിചാരിതമായിട്ട് മറ്റൊരു വിഭാഗം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുക. ചില ജോലിക്കാർക്കൊക്കെ തന്നെ ദൂരദേശവാസം വേണ്ടി വരിക. അതായത് കുടുംബത്തിൽ നിന്നും വിട്ടുനിന്ന് മാസത്തിലൊരിക്കൽ കുടുംബത്തിൽ നിന്നും വിട്ടുനിന്ന് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇതിനു വേണ്ടി അപേക്ഷകളൊക്കെ നൽകിയാലും മേലുദ്യോഗസ്ഥരെ കണ്ടാലും അതിനനുസരിച്ചുള്ളൊരു നേട്ടമൊന്നും ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതായത് വന്നു ചേരുന്ന ചുമതലകളും ബുദ്ധിമുട്ടുകളും അധികാരപരിധികളൊക്കെ തന്നെ ഏറ്റെടുക്കുക, ആസ്വദിക്കുക എന്ന് തന്നെയാണ് ഈ ഒരു വർഷത്തെ പറ്റിയിട്ട് തൊഴിൽ മേഖലകളെപ്പറ്റി പറയുവാനുള്ളത്. വിദ്യാർത്ഥികൾക്ക് വിജയശതമാനം വർദ്ധിക്കുന്നത് വഴി ഉദ്ദേശിച്ച വിഷയത്തിൽ തന്നെ ഉപരിപഠനത്തിൽ പ്രവേശനം ലഭിക്കും. അറിവുള്ള വിഷയങ്ങൾ അതിനേക്കാൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കാനുള്ളൊരവസരമുണ്ടാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. മാതാവിന് അസുഖങ്ങൾ വർദ്ധിക്കുക, അരിഷ്ടതകൾ, ആശുപത്രിവാസമൊക്കെ പലപ്പോഴും വേണ്ടി വരുവാനിടയുള്ളത് കൊണ്ട് ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം കുറച്ചൊരു സൗകര്യപ്രദമായിട്ടുള്ളൊരു ഗൃഹം വാടകയ്ക്ക് എടുത്തും കൊണ്ടോ വാങ്ങിക്കുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ഒരു പക്ഷേ ഏപ്രിൽ മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ വാങ്ങിക്കുന്നത് ഗുണകരമായി തീരും. മാതാപിതാക്കളുടെ പേരിൽ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളൊക്കെ നാട്ടിൽ നടത്തുവാനായിട്ട് ഏൽപ്പിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ മാരകമായിട്ടുള്ള അസുഖങ്ങളെയൊക്കെ തന്നെ ഒരു പരിധിവരെ അതിജീവിക്കാനുള്ള സാധ്യത പോലും മാതാപിതാക്കൾക്ക് യോഗം കാണുന്നതുമുണ്ട്. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ യന്ത്രത്തകരാറ് സംഭവിക്കുകയും അതിനുവേണ്ടി പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ചുള്ള ഒരവസരം ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വ്യവസായം മറ്റൊരാൾക്ക് കൈമാറുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് നന്നായിരിക്കും. കൃത്യമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി അല്ലാതെയുള്ള വിദേശയാത്രയ്ക്ക് പുറപ്പെടുന്നത് ഒരുപക്ഷെ തിരിച്ചു വരേണ്ടതായ സാഹചര്യങ്ങൾക്ക് പോലും സാധ്യത കാണുന്നുണ്ട്. അറിവുള്ള പല കാര്യങ്ങളും ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും അതിനനുസരിച്ചുള്ളൊരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയുവാനാണ് യോഗം കാണുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഗൃഹത്തോടുകൂടി, അതായത് ഭൂമിയും ഗൃഹം രണ്ടും കൂടി ഒരുമിച്ച് ഒരു വില്ലൊക്കെ വാങ്ങി താമസിക്കുന്നവർ വർഷങ്ങളായിട്ട് താമസിക്കുന്നു.
മിക്കവർക്കും ജോലിയുണ്ട്, എന്നിരുന്നാലും സാമ്പത്തികമായിട്ടുള്ള മിച്ചം വയ്ക്കുക വളരെ കുറവായിരിക്കും. പലർക്കും ഒരാൾക്ക് അല്ലെങ്കിൽ കുടുംബത്തിൽ മറ്റൊരാൾക്ക് അസുഖങ്ങൾ വന്നു ചേരുക, ഇങ്ങനെ പല വിധത്തിലുള്ള ഒരു സ്വസ്ഥത വളരെ കുറവുള്ളത് കൊണ്ട് ചില വീടുകൾക്കൊക്കെ എങ്ങനെയാണ്, ഗൃഹത്തിൽ ചെന്ന് കയറിക്കഴിഞ്ഞാൽ സ്വസ്ഥതയൊക്കെ കുറയും, സമാധാനം കുറയും. ഗൃഹത്തിൽ നിന്നും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആശ്വാസവും സമാധാനവും ഉണ്ടാവും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം ചെറിയ തോതിലുള്ള ചില മാറ്റങ്ങളൊക്കെ വരുത്തുവാൻ തയ്യാറാകും. അത് തന്നെ വളരെ ആശ്വാസത്തിന് വഴിയൊരുക്കുവാൻ സാധ്യത പോലും കാണുന്നതുമുണ്ട്. ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. ഏറ്റെടുത്ത കരാർ ജോലികൾ പൂർത്തീകരിക്കുവാൻ അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും ദൂരയാത്രകളൊക്കെ വേണ്ടി വരുന്ന സാഹചര്യത്തിലും രാത്രിയിലുള്ള യാത്ര വേണ്ടി വരുന്ന സാഹചര്യത്തിലും ഡ്രൈവറെ വെച്ചുകൊണ്ടുള്ള യാത്രകളായിരിക്കും ഏറ്റവും നന്നാവുക. അല്ലാത്ത നിലയിൽ ഉറക്കമൊഴിച്ചുള്ള യാത്രകളൊക്കെ തന്നെ അബദ്ധമായി തീരുവാനിടയുണ്ട്. മറ്റു ചിലർക്ക് ജോലിയോട് ബന്ധപ്പെട്ട് പലപ്പോഴും വികസിത രാഷ്ട്രത്തിലേക്ക് അനുയോജ്യമായി ഇവിടെ ജോലി ചെയ്യുന്നവർ പലരും അതൊഴിവാക്കിക്കൊണ്ട് സ്വല്പം സാമ്പത്തികമായിട്ടുള്ള നേട്ടമൊക്കെ കുറയും. മറ്റ് പകൽ ജോലി ചെയ്യുന്ന വിധത്തിലുള്ള ജോലികൾക്ക് അപേക്ഷകൾ നൽകേണ്ടതായ സാഹചര്യങ്ങൾ ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളെ കൊണ്ട് വേണ്ടി വരുവാനിടയുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളിലും നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കുന്നതിനാൽ എല്ലാ പദ്ധതികൾക്കും കുറച്ചൊരു കാലതാമസം ഉണ്ടാകും. എന്നാൽ ഇതെല്ലാം തന്നെ രേഖാപരമായിട്ട് ഉടമസ്ഥർക്ക് സമർപ്പിക്കുന്നത് വഴി ഒരുപക്ഷെ മേലധികാരികളിൽ നിന്ന് തൃപ്തികരമായിട്ടുള്ള അന്തരീക്ഷം സാമീപ്യമൊന്നും ആവുകയില്ല. എന്നാൽ ഉടമസ്ഥരെ വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ധരിപ്പിക്കുന്നത് വഴി അംഗീകാരവും സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ചിലർക്ക് ഏപ്രിൽ മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉയർന്ന തസ്തികയോടുകൂടിയതായിട്ടുള്ള അവസരമുണ്ടാകും. മറ്റ് ചിലർക്ക് 2024 ഏപ്രിൽ മാസത്തിന് ശേഷം ഈ ഒരു തസ്തിക വന്നു ചേരുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാൻ അവസരമുണ്ടായിത്തീരും. അതായത് 2024-2025 കാലങ്ങളിൽ പൂർത്തീകരിക്കുന്നതും വളരെ സമയബന്ധിതമായിട്ട് മാത്രം പണം മുതൽ മുടക്കിയാൽ മതി, ഗഡുക്കളായിട്ട് ലഭിക്കും, അതിനുള്ളൊരു സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകും, വന്നു ചേരും, അതിനുള്ളൊരു സാമ്പത്തിക ശേഷി ഉണ്ടാകുമെന്ന ധാരണയോടുകൂടിയതായിട്ടുള്ള പല വിധത്തിലുള്ള കർമ്മ പദ്ധതികളും കരാർ ജോലികളിലും ഒപ്പുവയ്ക്കുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നവരും പാഠ്യപദ്ധതിയോട് ബന്ധപ്പെട്ടതായുള്ള പദ്ധതികൾ സമർപ്പിക്കുന്നവരൊക്കെ തന്നെ പരമാവധി ജനുവരി ഫെബ്രുവരി എന്നൊക്കെ മനസ്സിൽ ഉദ്ദേശിക്കുന്നുണ്ട്. എന്നിരുന്നാൽ ഏപ്രിൽ മാസത്തിൻ്റെ മുൻപ് തന്നെ ഇതെല്ലാം സമർപ്പിക്കുന്നത് ഗുണകരമായി തീരുവാനാണ് സാധ്യത കാണുന്നത്. മക്കളുടെ സാമീപ്യവും സംരക്ഷണവും ആശ്വാസത്തിന് വഴിയൊരുക്കും. സജീവ സാന്നിധ്യത്താൽ സർവകാര്യ വിജയം കൈവരിക്കുവാനുള്ളൊരു യോഗം കാണുന്നുണ്ട്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. ഡിസംബർ മാസത്തിൽ വളരെ വിപുലമായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചെയ്യുന്നവരോടൊപ്പം പങ്കുചേരുവാനുള്ള സാധ്യത കാണുന്നു. ഹ്രസ്വകാല ദീർഘകാല വിളകൾക്ക് അനുസൃതമായിട്ടുള്ള കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് ആത്മാർത്ഥ സുഹൃത്ത് നടത്തി വരുന്ന പ്രസ്ഥാനത്തിൽ പങ്കുചേരുവാനും പണം മുതൽ മുടക്കുവാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ആരാധനാലയത്തിലെ വിശേഷാവസരങ്ങളിൽ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സാധ്യത കാണുന്നു. ഒരു പക്ഷേ അവിചാരിതമായിട്ട് തന്നെ ബന്ധുമിത്രാദികളുടെ രക്ഷാകർതൃത്വം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. ഒരുപക്ഷെ മാതാപിതാക്കളുടെ ഒപ്പം താമസിപ്പിച്ചും കൊണ്ട് ഉള്ള സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ളൊരു സാഹചര്യങ്ങളാണ് സാധ്യത കാണുന്നത്. വിദേശത്ത് താമസിക്കുന്ന ചിലർക്കൊക്കെ തന്നെ തണുപ്പുള്ള രാജ്യത്ത് നിന്ന് മാറി സ്വല്പം സാമ്പത്തികമായിട്ടുള്ള നേട്ടമൊക്കെ കുറയും. സമശീതോഷ്ണ മേഖലകളിലേക്ക് മാറ്റത്തിനനുസരിച്ചുള്ളൊരു ജോലി ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഈ ഒരു 2023 ആണ്ടിൽ പൂയ നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. നമസ്കാരം.